ദീപസ്തംഭം മഹാശ്ചര്യം. നമുക്കും കിട്ടണം പണം. ദീപസ്തംഭത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവരും തിരുമേനിയുടെ വെടിവട്ടം കേൾക്കാൻ കാത്തിരിക്കുകയായിരിക്കും അല്ലേ? അപ്പോൾ അങ്ങോട്ട് തുടങ്ങാം. അങ്ങനെ വയനാട്ടിലെയും ചേലക്കരയിലെയും വോട്ടെടുപ്പ് അങ്ങോട്ട് കഴിഞ്ഞു. ഇനി പാലക്കാട്ടെ വോട്ടെടുപ്പാണ് ബാക്കി. അത് ഈ മാസം 20-ാം തീയതി അങ്ങോട്ട് നടക്കും. അപ്പോൾ വോട്ട് ചെയ്തവർക്കൊക്കെ തിരുമേനിയുടെ വക ഒരു ബിഗ് സല്യൂട്ട്. എല്ലാവരും വോട്ട് ചെയ്താലല്ലേ ഭരണാധികാരികളെ തിരഞ്ഞെടുക്കാൻ പറ്റൂ. അപ്പോൾ ഇനിയും തിരഞ്ഞെടുപ്പ് വരുമ്പോൾ എല്ലാവരും വോട്ട് ചെയ്യണം. സാധാരണ ഉള്ളി നേരേക്കുമ്പോഴാണ് നമ്മുടെ കണ്ണിൽ നിന്ന് വെള്ളം വരിക. എന്നാൽ ഇപ്പോൾ വലിയ ഉള്ളി കണ്ടാൽ തന്നെ കരയണം എന്നുള്ള സ്ഥിതിയായി. 1 കിലോയ്ക്ക് 80-85 ഇപ്പോഴത്തെ വില. ഒരാഴ്ച മുമ്പ് കിലോയ്ക്ക് 45 ഉറുപ്യ വില ഉണ്ടായിരുന്ന സവാളയുടെ വില ഇപ്പോൾ ഇങ്ങനെ കുതിക്കാൻ കാരണം കാലാവസ്ഥാ മാറ്റം കാരണം മഹാരാഷ്ട്രയിൽ വലിയ ഉള്ളിയുടെ വില കൂടിയതാണത്രേ. ആവശ്യത്തിന് നല്ല ഉള്ളി കിട്ടാത്തതും വില കൂടാൻ കാരണമായി എന്നാണ് പറയണത്. എന്നാൽ ചെറിയവനല്ലേ, ചെറിയ ഉള്ളി കുറച്ച് മേടിക്കാമെന്ന് വെച്ചാൽ അതിനും മോശമില്ലാത്ത വില ഉണ്ട്. 75-80 അതിനും കിലോയ്ക്ക് വില ഉണ്ട്. വെളുത്തുള്ളിയുടെ വില പറയാതിരിക്കുക ഭേദം. 350-380 1 കിലോയ്ക്ക്. ഇത് കാരണം ഹോട്ടലുകാരും കാറ്ററിംഗുകാരുമാണ് ബുദ്ധിമുട്ടിലായത്. പെട്ടെന്ന് സാധനത്തിൻ്റെ വില കൂടുമ്പോൾ ഹോട്ടലിലെ ഭക്ഷണത്തിൻ്റെ വില അങ്ങോട്ട് കൂട്ടാൻ പറ്റുമോ? അപ്പോൾ ചുരുക്കത്തിൽ ലാഭം കുറയും. എന്നാൽ പണ്ട് ഈ വലിയ ഉള്ളിയൊന്നും ഇല്ലാത്ത കാലം ഉണ്ടായിരുന്നു. ഇനി പഴയ കാലത്തേക്ക് മടങ്ങിപ്പോണ്ടി വരുമോതാ തിരുമേനിയുടെ ശങ്ക. ദീപസ്തംഭം മഹാശ്ചര്യം. നമുക്കും കിട്ടണം പണം. ഒരിക്കലൊരു നമ്പൂരി തിരൂർക്ക് പോവാൻ താനൂർ തീവണ്ടി ആഫീസിൽ വന്നതായിരുന്നു. വണ്ടി വന്നപ്പോൾ ഒരു കമ്പാർട്ട്മെൻറ്റിൽ കയറാൻ ചെന്നവരോട് വണ്ടിയിലുള്ളവർ കമ്പാർട്ട്മെൻറ്റിൻ്റെ വാതിൽ അടച്ചു പിടിച്ച് ഇതിൽ സ്ഥലമില്ല എന്നങ്ങോട്ട് പറഞ്ഞു. നമ്പൂരി ഇതൊന്നും കേൾക്കാണ്ട് വാതിൽ തള്ളി തുറന്ന് ഒരുവിധം അകത്താണ് കയറിക്കൂടി. എന്നാൽ നമ്പൂരിയുടെ പ്രവൃത്തിയിൽ അരിശം പൂണ്ട ചിലർ നമ്പൂരിയെ രൂക്ഷമായിട്ട് അങ്ങോട്ട് നോക്കി. അത് കണ്ടപ്പോൾ നമ്പൂരി അടുത്ത ആഫീസ് മുതൽ ഞാൻ നിങ്ങളോടൊപ്പം ഉത്സാഹിച്ചോളാം. അപ്പോൾ ആൾ ചോദിച്ചു എന്തിനാ? അപ്പോൾ നമ്പൂരി കയറണവരെ തടുക്കാനേ. കോഴിന്ന് കേൾക്കുമ്പോൾ വായയിൽ കപ്പലോടിക്കണവരാണ് മലയാളികൾ. എന്നാൽ FM തിരുമേനി നിങ്ങളെ കൊണ്ടുപോകാൻ പോണത് ഒരു കോഴി ഹോട്ടലിലേക്കാണ്. കണ്ടമാനം കോഴി കുത്തിച്ചെലുത്താനൊന്നും അല്ലേ. ഈ ഹോട്ടൽ ഇന്ത്യയിലല്ലേ, ഇനി ഫിലിപ്പീൻസിലാണ്. കോഴിയുടെ രൂപത്തിലുള്ള ഗിന്നസ് റെക്കോർഡ് സ്വന്താക്കിയ ഈ ഹോട്ടൽ ഒരു റിസോർട്ടിൻ്റെ ഭാഗമാണ്. ഈ ഹോട്ടൽ കണ്ടാൽ ഒരു വലിയ കോഴിയുടെ രൂപം. 34 മീറ്റർ ഉയരവും 12 മീറ്റർ വീതിയും 28 മീറ്റർ നീളമുള്ള കോഴിക്കെട്ടിടം. എന്നാൽ ഇതിൽ 15 മുറികളും പിന്നെ ആഡംബര സൗകര്യമുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട്. ഈ കോഴിക്കൂട്ടിൽ താമസിക്കണമെന്നോ ഇതിലും വലിയ കോഴിക്കൂട് ഉണ്ടാക്കണമെന്നോ ഉള്ളവർക്ക് അതും ആവാം. ഇനി കോഴിയുടെ റെക്കോർഡ് തകർക്കാൻ വല്ലവരും ഇതിൻ്റെ ഇരട്ടി വലുപ്പമുള്ള കുറുക്കൻ ഹോട്ടൽ തുടങ്ങുമെന്നാ തിരുമേനിയുടെ ശങ്ക. കോഴിയെ പിടിക്കാൻ പണ്ടേ കേമൻ കുറുക്കനാണല്ലോ. അപ്പോൾ കുറുക്കൻ ഹോട്ടൽ തുടങ്ങണ ആളിൽ തിരുമേനിയെ വിവരം അറിയിക്കണം. ദീപസ്തംഭം മഹാശ്ചര്യം. നമുക്കും കിട്ടണം പണം. ഒരു നമ്പൂരി മറ്റൊരു നമ്പൂരിയോട് എന്നാൽ കേശവനുണ്ടല്ലോ കറുത്തേടം എല്ലാവരെയും കുത്തും. അപ്പോൾ മറ്റേ നമ്പൂരി ഹേയ് അതൊന്നുമില്ല. അപ്പോൾ ഈ നമ്പൂരി എന്താ നിശം? അപ്പോൾ ഇദ്ദേഹം മറുപടി പറഞ്ഞു എന്നെ കുത്തിയിട്ടില്ല, അതെന്നെ നിശം. അപ്പോൾ മറ്റാൾ
അതെന്തേ? അപ്പം ഈ നമ്പൂരി, ഞാൻ അവൻ്റെ അടുത്തേക്ക് പോയിട്ടില്ല, അവൻ എൻ്റെ അടുത്തേക്ക് വന്നിട്ടുമില്ല, അതുകൊണ്ട് തന്നെ. എഫ് എം തിരുമേനി ഇനി പറയാൻ പോണ കാര്യം കേട്ട് നാട്ടിലുള്ള വീട് പൂട്ടിയിട്ട് അന്യരാജ്യങ്ങളിൽ പോയി സുഖമായി ജീവിക്കണവര് അസാരം അന്താളിക്കും, ഉറപ്പാ. എറണാകുളത്ത് ഒരു വീട് പൂട്ടി അന്യരാജ്യത്തേക്ക് പോയ ഒരു വിദ്വാൻ ഒരിക്കൽ വീടിന് 5000 ഉറുപ്പിയുടെ കറണ്ട് ബില്ല് വന്ന് കണ്ടപ്പോൾ കറണ്ട് അടിച്ച പോലെ ഇത്രേ. ആൾ താമസമില്ലാത്ത വീടിന് ഇത്രയൊക്കെ കറണ്ട് ബില്ല് വരികയെന്ന് വെച്ചാൽ ആരായാലും പേടിക്കില്ലേ? അന്വേഷിച്ചപ്പോഴാ കാര്യത്തിൻ്റെ ഗുട്ടൻസ് മനസ്സിലായത്. 30ഓളം ആൾക്കാരാണ് തൻ്റെ വീട്ടിൽ സമ്മതം കൂടാണ്ട് താമസിക്കുന്നുണ്ട് എന്നുള്ള കാര്യം ഇദ്ദേഹം അറിഞ്ഞത്. എന്നാൽ മാസാമാസം വാടക അയച്ചു കൊടുക്കാനുള്ള മര്യാദയൊന്നും ഇവർ കാണിച്ചില്ല. വീട് കുത്തി തുറന്നിട്ടാണത്രേ എല്ലാവരും സുഖമായിട്ട് താമസം തുടങ്ങിയത്. ഇത് കേട്ട് മറ്റു കള്ളന്മാരും ഇങ്ങനെയൊക്കെ തുടങ്ങുമെന്ന തിരുമേനിയുടെ ശങ്ക. ഇക്കണക്കിന് കൃഷിഭൂമികളും പാടങ്ങളൊക്കെ അനാഥായി കിടക്കുന്നത് കണ്ട് ആളില് ഈ വിദ്യ നടപ്പാക്കിക്കൂടായില്ല. ഇത് തടയാൻ ഒന്നുകിൽ 20,000-25,000 ചെലവാക്കി ഒരു സെക്യൂരിറ്റിക്കാരെ വെക്കുകയോ അല്ലെങ്കിൽ വീട്ടിൽ ക്യാമറ വെക്കുകയോ ചെയ്യേണ്ടി വരും. ക്യാമറ വെക്കുക ഭേദമെന്ന് കരുതണ ശാളുണ്ട്. വേലിനെ വിള തിന്നണ കാലല്ലേ ഹേ. എന്നാൽ വേറൊരു കാര്യം കൂടിയുണ്ട്. കണ്ടമാനം വീടുകൾ വെച്ച് ഭാർഗവി നിലയം പോലെ നോക്കാണ്ട് ഇടണോര് ഏതായാലും ജാഗ്രത കാട്ടിയില്ലെങ്കിൽ നാട്ടിൽ വരുമ്പോൾ സ്വന്തം വീട്ടിൽ ഇങ്ങനെയുള്ള വിരുന്നുകാരെ കൂടി സ്വീകരിക്കേണ്ടി വരുന്നാണ് ഈ വർത്താനം കാണിച്ചു തരുന്നത്. ദീപസ്തംഭം മഹാശ്ചര്യം. നമുക്കും കിട്ടണം പണം. നമ്പൂരി റോഡരികിലുള്ള വൈദ്യശാലയിലിരുന്ന് മറ്റു ചിലരായിട്ട് സംസാരിക്കുകയായിരുന്നു. ആ സമയത്ത് ഒരാന ആ വഴിക്ക് വരണ കണ്ട് കൂടുള്ള ഒരാൾ നമ്പൂരിയോട് ചോദിച്ചു, തിരുമേനി ഏതാ ആന? അപ്പം മറ്റേ നമ്പൂരി ഉത്തരം പറഞ്ഞു, അതോ കറുത്ത് തടിച്ച് മുന്നിൽ കാണുന്നതാ ആന, മറ്റതേ ആനക്കാരനാ. എല്ലാ കൊല്ലവും ആഗസ്റ്റ് 1 മുതൽ ഒരാഴ്ചക്കാലം ലോകമൊലിയൂട്ടൽ ദിനമായിട്ട് ലോകാരോഗ്യ സംഘടന ആചരിച്ചു വരുന്നുണ്ട്. ജനിച്ച ഉടനെ കുട്ടികൾക്ക് കൊടുക്കേണ്ടത് മുലപ്പാലാന്ന് നമുക്കറിയാം. കാലാകാലമായിട്ട് നമ്മളിത് കേൾക്കാറുണ്ട്. എന്നാൽ പല കുട്ടികൾക്കും ഇത് കിട്ടാറില്ല. ചില അമ്മമാർ ഇത് കൊടുക്കണ കാര്യത്തിലും ശിബിശിക്ക് കാണിക്കാറുണ്ട്. സൗന്ദര്യം കുറഞ്ഞു പോയാലോ എന്നൊക്കെ വിചാരിച്ചിട്ടായിരിക്കും. എന്നാൽ പാല് കൊടുക്കാത്ത അമ്മമാർക്ക് ആരോഗ്യപരമായിട്ട് പല പ്രശ്നങ്ങളുണ്ടാവുമെന്നാണ് ഡോക്ടർമാർ പറയണത്. എന്നാൽ എഫ് എം തിരുമേനി അമേരിക്കയിലെ അലീസ് ഒഗിൽട്രി എന്ന് പറയണ ഒരു 36 വയസ്സുകാരിയെ പരിചയപ്പെടുത്താം. 3.5 ലക്ഷം കുഞ്ഞുങ്ങൾക്കാണത്രേ അലീസ് മുലയൂട്ടിയത്. കേട്ടിട്ട് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവില്ലേ? ഇത്ര കുട്ടികളുടെ ജീവൻ രക്ഷിച്ച ഇവർ ഗിന്നസ് ലോക റെക്കോർഡ് തിരുത്തി കുറിച്ചുത്രേ. 2645 ലിറ്റർ മുലപ്പാലാണത്രേ അലീസ് ദാനം ചെയ്തത്. അമേരിക്കയിലെ ടെക്സാസ് എന്ന് പറയണ സ്ഥലത്ത് ജനിച്ച ഇവര് 2014 ഇവരുടെ തന്നെ പേരിലുണ്ടായിരുന്ന 1569 ലിറ്റർ എന്നുള്ള റെക്കോർഡാണത്രേ തിരുത്തിയത്. 2010 ആദ്യത്തെ കുട്ടിക്ക് ജന്മം കൊടുത്തപ്പോഴാണത്രേ സാധാരണയിൽ കൂടുതൽ മുലപ്പാൽ തനിക്കുണ്ടെന്ന് ഇവർ കണ്ടെത്തിയത്. ഒരു നേഴ്സാണത്രേ മുലപ്പാൽ ദാനത്തിനെ കുറിച്ച് ഇവരോട് പറഞ്ഞത്. 4 കുട്ടികളുണ്ടായിരുന്നു ഇവർക്ക്. ഈ കാലത്തൊക്കെ ഇവർ മുലപ്പാൽ ദാനം ചെയ്യാൻ തയ്യാറായി. 1 ലിറ്റർ പാലുകൊണ്ട് 11 കുട്ടികളുടെ ജീവൻ രക്ഷിക്കാൻ പറ്റുന്നതാണ് ടെക്സാസിലുള്ള മദേഴ്സ് മിൽക്ക് ബാങ്കിന്റെ കണക്ക്. ജന്മം കൊണ്ടല്ലെങ്കിലും കർമ്മം കൊണ്ട് 3.5 ലക്ഷം കുട്ടികളുടെ അമ്മയായിട്ടുള്ള അലീസ് ഒഗിൽട്രി തന്നെയാണ് താരം. കുട്ടികൾക്ക് പാല് കൊടുക്കാൻ മടിക്കണ അമ്മമാര് ഇവരെ കണ്ടു പഠിക്കട്ടെ. ഇവരെ കേമത്തിന്നല്ലാണ്ട് എന്താ പറയാ. ദീപസ്തംഭം മഹാശ്ചര്യം. നമുക്കും കിട്ടണം പണം.
കഥാകൃത്ത് കൂടിയായ ഒരു രാഷ്ട്രീയക്കാരൻ തെരഞ്ഞെടുപ്പിന് സ്ഥാനാർത്ഥിയായി നിന്ന് വോട്ട് പിടിക്കാൻ നമ്പൂരിൻ്റെ ഇല്ലത്തകടെത്തി. എന്നാൽ ഞാൻ ഇന്ന പേരിൽ എഴുതണ കഥാകൃത്താന്നും ഇക്കുറി ഈ നിയോജക മണ്ഡലത്തിൽ ഇന്ന പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കുന്നുണ്ടെന്നും സ്വയം പരിചയപ്പെടുത്തി. അത് കണ്ടപ്പോൾ നമ്പൂരി പേടിച്ചോ, എന്ത് കഥയാണ് എഴുതാറ്? അപ്പോൾ മറ്റേ നമ്പൂരി ചെറുകഥ. അപ്പോൾ ആദ്യത്തെ നമ്പൂരി അപ്പോൾ വലിയ കഥയൊന്നുമില്ലാത്ത ആളാണല്ലേ. വാഹനം വിൽക്കണവരും കൈമാറ്റം ചെയ്യണവരും 2 ആഴ്ചയ്ക്കുള്ളിൽ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് എന്ന് പറയണ RC ഉടമസ്ഥന് കൈമാറ്റം ചെയ്യണമെന്നാണ് മോട്ടോർ വാഹന വകുപ്പ് പറയണത്. തിരുമേനിയുടെ അയൽവാസി ഒരു സ്കൂട്ടർ ഇതുപോലെ വിറ്റിട്ട് ഇപ്പോഴും കേസും കൂട്ടായിട്ട് നടക്കുക. സ്കൂട്ടർ വാങ്ങിയ ആൾ നടത്തുന്ന നിയമലംഘനങ്ങൾക്കൊക്കെ ഈ പാവത്താനാണ് മെസ്സേജ് വരിക. ഒടുക്കം മീശ പിരിച്ച് കാണിച്ചിട്ടാണത്രേ ഇയാൾ RC മാറ്റാൻ തയ്യാറായത്. പശു ചത്താലും മോരിലെ പുളി പോവില്ല എന്ന് പണ്ടുള്ളവർ പറയണത് വെറുതെ അല്ലാതെ മനസ്സിലായില്ലേ. വാഹനം അപകടത്തിൽപ്പെട്ടാലും നിങ്ങൾ തന്നെയായിരിക്കും പ്രതി. അതുകൊണ്ട് വാഹനം വിൽക്കണവർ ഈ കാര്യം കൂടി അങ്ങോട്ട് ശ്രദ്ധിക്കുക. സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ടതാണല്ലോ. ദീപസ്തംഭം മഹാശ്ചര്യം. നമുക്കും കിട്ടണം പണം. നമ്മുടെ അയൽവാസിയായിട്ടുള്ള പാകിസ്ഥാനിലെ അന്തരീക്ഷ മലിനീകരണത്തിനെ കുറിച്ച് FM തിരുമേനി മുമ്പ് പറഞ്ഞത് ഓർമ്മയുണ്ടോ? ഇല്ലേ? എന്നാൽ രൂക്ഷമായ പുകമറ കാരണം പഞ്ചാബിലെ പാർക്കുകളും മ്യൂസിയവും അടച്ചു എന്നാണ് പാകിസ്ഥാനിലുള്ള പുതിയ വാർത്ത. നവംബർ മാസമായാൽ ഡൽഹിക്കാരുടെ ചങ്കിടിപ്പ് അങ്ങോട്ട് തുടങ്ങും. വൈക്കോലും പുല്ലൊക്കെ പഞ്ചാബിലെ കത്തിക്കണത് വെച്ചാലും അതിൻ്റെ പുക ശ്വസിക്കണത് ഡൽഹിയിലുള്ള സാധുക്കളല്ലേ. ഭൂമിശാസ്ത്രപരമായ കിടപ്പ് കൊണ്ടാണല്ലോ ഈ പുകശല്യം ഡൽഹിക്കാർ ശ്വസിക്കേണ്ടി വരുന്നത്. FM തിരുമേനിയുടെ ചാർച്ചക്കാരനായിട്ടുള്ള വാസേവൻ ഡൽഹിയിലാണ്. അയാൾ നിത്യവും യോഗയൊക്കെ ചെയ്യണ ആളാ. ഒക്ടോബർ മുതൽ 3-4 മാസം ശ്വാസം വലിച്ചു വിടുക തുടങ്ങിയ കാര്യങ്ങളൊന്നും വാസേവൻ ചെയ്യാറില്ല അത്രേ. ഈ പുക വലിച്ചു കയറ്റിയാൽ വേഗം സിദ്ധി കൂടുന്ന് പേടിച്ചിട്ട്. ഇതൊക്കെ ആലോചിച്ചാൽ നമ്മുടെ നാടന്നല്ലേ ജീവിക്കാൻ സുഖം. കണ്ണുള്ളപ്പോൾ അതിൻ്റെ വില നമുക്ക് മനസ്സിലാവില്ല വെച്ചാലും. ദീപസ്തംഭം മഹാശ്ചര്യം. നമുക്കും കിട്ടണം പണം. കേരളത്തിൽ നിന്ന് മാലിന്യം കർണാടകത്തിലേക്ക് പോയി എന്നാണ് പുതിയൊരു വാർത്ത. കേരളത്തിൽ നിന്ന് മാലിന്യം കൊണ്ടെത്തിയ 6 ലോറികളാണത്രേ ഗുണ്ടൽപേട്ടിലുള്ള മുലൈഹോളെ ചെക്ക് പോസ്റ്റിനടുത്ത് കർണാടക മലിനീകരണ നിയന്ത്രണ ബോർഡ് ഉദ്യോഗസ്ഥന്മാർ പിടികൂടിയത്. ഡ്രൈവർമാരുൾപ്പെടെ 7 ആളുടെ പേരിൽ ഗുണ്ടൽപേട്ട് പോലീസ് കേസ് കൊണ്ടെടുത്തു. ലോറിയിൽ മാലിന്യം കടത്തുന്നതായിട്ട് വിവരം കിട്ടിയതിനെ തുടർന്ന് നടത്തിയ പരിശോധനയിലാണത്രേ പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള മാലിന്യം അനധികൃതമായിട്ട് കടത്തുകയായിരുന്നു എന്നാണ് പരാതിയിൽ പറയണത്. എന്നാൽ ആസ്പത്രി മാലിന്യം കൊണ്ട് ലോറിയോള് കർണാടകത്തിലെത്തുന്നുണ്ടെന്നാണ് അവർ പറയണത്. കേരളത്തിൻ്റെ അതിർത്തി പ്രദേശങ്ങളായിട്ടുള്ള മൈസൂരു, കൊടക്, ചാമരാജനഗർ തുടങ്ങിയ ആളൊഴിഞ്ഞ മേഖലയിൽ മാലിന്യം തള്ളാനാണത്രേ ലോറികളിൽ ഇങ്ങനെ കൊണ്ടുവരണത്. ശരിക്കും പറഞ്ഞാൽ മാലിന്യം എന്ന് പറയുന്ന ഒരു സാധനമില്ല. ഇപ്പോൾ പ്ലാസ്റ്റിക്കിൻ്റെ കടലാസും കവറൊക്കെ വേണ്ട രീതിയിൽ ഉപയോഗിച്ചാൽ റോഡ് പണിക്ക് വരെ സഹായമാവും. കടലാസ് തുടങ്ങിയ സാധനങ്ങൾ റീസൈക്കിൾ ചെയ്യാം. എന്നാൽ ഇങ്ങനെ കൊണ്ടുപോയി അന്യ സംസ്ഥാനങ്ങളിൽ കളയണത് പല ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടാക്കും. പോരാത്തതിന് സംസ്ഥാനങ്ങൾ തമ്മിലുള്ള ബന്ധത്തിനെ വരെ ബാധിക്കും. അതുകൊണ്ട് ഇതിനൊന്നും പോവാണ്ട് പ്ലാസ്റ്റിക് മാലിന്യം കൊടുക്കുന്ന ദിവസം അത് വൃത്തിയായിട്ട് അങ്ങോട്ട് കൊടുക്കുക. ഹരിതകർമ്മസേന അങ്ങോട്ട് ഏൽപ്പിക്കുക. അവർക്കൊരു വരുമാനമായി നമുക്ക് പ്ലാസ്റ്റിക് അങ്ങോട്ട് പോവുകയും ചെയ്യും. ദീപസ്തംഭം മഹാശ്ചര്യം. നമുക്കും കിട്ടണം പണം.